अल्हम्दुलिल्लाह रब्बिल आलमीन नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अमालिना मय यहदिहिल्लाहु फला मुदिल्ल लहु व मय युद्लिल फला हादिय लहु व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद व बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकता अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न अस्दक़ल हदीस किताबुल्लाह व खैरुस सुनन सुनन मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु उमूरि मुहदसतिन बिदअह व कुल्लु बिदअतिन ضलाला व कुल्लु ضलालतिन फिन्नार। या अय्युहन्नासु इत्तक़ू रब्बकुमुल्लज़ी खलक़कुम मिन नफ्सिन वाहिदा व खलक़ मिन्हा ज़ौजहा व बस्स मिन्हुमा रिजालन कसीरन व निसाअ वत्तक़ुल्लाह अल्लज़ी तसाअलून बिही वल अर्हाम इन्नल्लाह कान अलैकुम रक़ीबा। अऊज़ु बिल्लाहि अस्समीइल अलीम मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीना आमनु इत्तक़ुल्लाह हक़्क़ तुक़ातिहि वला तमूतुन्न इल्ला व अन्तुम मुस्लिമൂൻ। വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്ന സമയത്ത് ആ തുടക്കകാലം മുതൽ തന്നെ 12 മാസങ്ങളായിക്കൊണ്ടാണ് എല്ലാം നിശ്ചയിച്ചത്. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നതും കാണാൻ സാധിക്കും. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ കാലം മുതൽ അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നത് 12 മാസങ്ങളായിക്കൊണ്ടാണ്. മിൻഹ അർബഅത്ത് ഹുറും, അതിൽ 4 മാസങ്ങളെ പരിശുദ്ധമായ മാസങ്ങളായി അള്ളാഹു രേഖപ്പെടുത്തുകയും ചെയ്തു. ദാലിക ദീനുൽ ഖയ്യിം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ആ 4 മാസങ്ങൾ, ആ പരിപാവനമായ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ നിങ്ങൾ പരസ്പരം ദ്രോഹിക്കുകയോ കലഹിക്കുകയോ അക്രമം ചെയ്യുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതുപോലെ ആ പരിശുദ്ധമായ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് മാസങ്ങളാണ്. ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞത് ഖിതാലും ഫീഹി കബീർ വസദ്ദുൻ അൻ സബീലില്ലാ വ കുഫ്റും ബിഹി. അള്ളാഹുവിൽ കുഫ്ർ വെക്കുന്നതിന് തുല്യമാണ് ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ കുഫ്ർ 2 ഇനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ കുഫ്ർ ദൂന കുഫ്റായിട്ടുള്ള, ചെറിയ കുഫ്റായിട്ടുള്ള ഒരു കാര്യമാണ് ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത്. അത് വൻ പാപമാണ് എന്നും അതേ ആയത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ഏറ്റവും വലിയ തിന്മയായി, മഹാപാതകമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യമാണ് 4 മാസങ്ങളിൽ ദുൽഖഅദയിലും ദുൽഹിജ്ജയിലും മുഹറത്തിലും റജബിലുമൊക്കെ യുദ്ധം ചെയ്യുകയും പരസ്പരം കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജാഹിലിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എമ്പാടും യുദ്ധങ്ങൾ നടന്നിരുന്നൊരു കാലഘട്ടമാണ്. ചെറിയ വിഷയങ്ങൾക്ക് പോലും പരസ്പരം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ ചെയ്തിരുന്ന മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാമായിരുന്നു പരിപാവനമായ മാസമാണ് ഈ 4 മാസം എന്ന്. അവർക്കറിയാമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സന്ദേശത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രബോധന സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല, രക്തം ചൊരിയാൻ പാടില്ല എന്നവർക്കറിയാമായിരുന്നു. അവരതിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ അവർക്ക് യുദ്ധം ചെയ്യണം, അവർക്ക് ആ പാതകം ചെയ്യണം. എന്ത് ചെയ്യും? അവർ ആലോചിച്ചുകൊണ്ട് ഒരു തന്ത്രം അവരുണ്ടാക്കുകയാണ്. ബനു ഫുക്കൈം, അതുപോലെ തന്നെ കിനാന ഗോത്രക്കാർ, അവർ നസീ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഏർപ്പാട് അവർ കണ്ടെത്തുകയാണ്. നസീ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ഖുർആനിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നുമുണ്ട്. ഇന്നമൻ നസീഉ സിയാദത്തും ഫിൽ കുഫ്ർ,
യുളില്ലു ബിഹിൽ ലദീന കഫറു, അവിശ്വാസികൾ വഴിപിഴച്ചു പോകാൻ അവർ കണ്ടെത്തിയ ഒരു മ്ലേച്ഛമായ കുഫർ അധികരിപ്പിക്കുന്ന ഒരു കാര്യമാണ് നസീ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാനും സാധിക്കും. അപ്പം നസീ എന്ന് പറഞ്ഞാൽ ആ ഗോത്രക്കാർ യുദ്ധം ചെയ്യണമെന്ന് തോന്നുമ്പോൾ ദുൽഖഅദ മാസത്തിൽ, ദുൽഹിജ്ജ മാസത്തിൽ, പരിപാവനമാക്കപ്പെട്ട മാസത്തിൽ, ഏതെങ്കിലും ഒരു മാസത്തിൽ തൻ്റെ ശത്രുവെ കൊല്ലണമെന്നവർക്ക് തോന്നുമ്പോൾ അവർ നസീ ചെയ്യും. നസീ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാസങ്ങളിൽ അവർ യുദ്ധം ചെയ്യും. എന്നിട്ട് അതിന് പകരം വേറെ മാസങ്ങൾ, അതേ കൊല്ലത്തിലോ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തിലൊക്കെ അതിന് പകരമായി വേറെ മാസത്തിൽ അവർ പരിപാവനത്വം കൽപ്പിക്കുകയും ആ മാസത്തിൽ യുദ്ധം ചെയ്യൽ നിഷിദ്ധമായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ചെയ്യാൻ പാടില്ല, പരിപാവനമായ മാസമാണ് എന്ന് പറയുന്ന മാസത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അവരൊരു ന്യായീകരണം, ഒരു ന്യായം കണ്ടെത്തുകയാണ്. അവരുടെ ന്യായീകരണം അല്ലെങ്കിൽ ന്യായം എന്താണ്? യുഹല്ലൂനഹു ആമൻ വയുഹരിമൂനഹു ആമൻ, ഒരു കൊല്ലം അത് ഹലാലാക്കും, അതിൽ യുദ്ധം ചെയ്യാമെന്നവർ തീരുമാനിക്കും. അടുത്ത കൊല്ലം വരുമ്പോൾ ആ മാസങ്ങളിലോ അല്ലെങ്കിൽ വേറെ മാസങ്ങളിലോ ഇതിന് പകരമായി കൊണ്ട് യുദ്ധം ഹറാമാണ് എന്നവർ നിശ്ചയിക്കുകയും ചെയ്യും. എന്തിനാണ് അവരിത് ചെയ്യുന്നത്? അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കാൻ, അല്ലെങ്കിൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള ന്യായീകരണമായി കൊണ്ട് അവരത് ചെയ്തിരുന്നു. സുയ്യിന ലഹും അഅ്മാലഹും എന്നിട്ട് അല്ലാഹ് പറയാണ്, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട പദം സൂറത്ത് തൗബയിൽ അല്ലാഹ് പറയാണ്, ഈ നസീ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം സുയ്യിന ലഹും അമലിഹിം, അവരുടെ ആ ദുഷ്പ്രവർത്തനം, അവരുടെ ആ വൻപാപം അവർക്ക് കുഴപ്പമില്ല എന്ന രൂപത്തിൽ അലങ്കാരമായി കൊണ്ട് അവർക്ക് തോന്നി, പിശാജ് അവർക്ക് തോന്നിപ്പിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിശാജ് നമ്മളെ പിടിക്കുന്ന, നമ്മളുടെ തിന്മകളെ പിടിക്കുന്ന, നമ്മളുടെ ഇടതുവശത്തു കൂടി തിന്മകളിലൂടെ നമ്മൾ പിടിക്കുന്ന ഒരു കാരണം അല്ലെങ്കിൽ ഒരു വഴിയാണ് തിന്മകൾ ചെയ്യുന്നതിന് സാധൂകരണം കണ്ടെത്തുക, അതിന് ന്യായീകരണവും ന്യായവും കണ്ടെത്തുക, അതുണ്ടാക്കുക എന്നുള്ളത്. അതാണ് നസീയിലൂടെ അവർക്ക് സംഭവിച്ചത്. കൂടുതൽ തിന്മ ചെയ്യാനുള്ള ന്യായവും ന്യായീകരണവും ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട, പരിപാവനമാക്കപ്പെട്ട മാസങ്ങളിൽ യുദ്ധം ചെയ്തതിനെ കുഫ്ർ എന്ന് പറഞ്ഞു. അതേസമയം നസീ ചെയ്യുന്നതിനെ സിയാദത്തും ഫിൽ കുഫ്ർ എന്ന് പറഞ്ഞു. അത് കുഫ്ർ അധികരിക്കലാണ്, അത് കുഫ്റിനെ വർദ്ധിപ്പിക്കലാണ്. കാരണം എന്താണ്? ഒരു മനുഷ്യൻ 4 മാസങ്ങളിൽ ഹറാമാക്കപ്പെട്ട, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളിൽ അയാളുടെ ദേഹേച്ഛ മൂലം അയാൾക്ക് യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ ആക്രമിക്കണമെന്ന സ്വന്തം നീച ചിന്തകൾ കാരണം ഒരാൾ യുദ്ധം ചെയ്തു എന്ന് കരുതുക. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകും. ഞാൻ ഈ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച, അല്ലാഹ് കുഫ്റാക്കിയ, അല്ലാഹു വൻപാപമാക്കിയ ഒരു പാപമാണ് ഞാൻ ചെയ്തത് എന്ന കുറ്റബോധമുണ്ടാകും. അതുകൊണ്ട് തന്നെ അയാൾ ആ തിന്മയിൽ നിന്ന് മാറാനും പിന്നീട് ഒരിക്കലും അത് ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള ഒരു ചാൻസ് അവിടെയുണ്ട്. പക്ഷെ പിശാജ് നസീയിലൂടെ ഈ കുറ്റബോധം ഇല്ലാതെയാക്കി മാറ്റി. അവർക്ക് യുദ്ധം ചെയ്യുമ്പോൾ ഒരു കുറ്റബോധമില്ല. കാരണം ഇതിന് പകരമായി 4 മാസം, വേറെ 4 മാസം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? യുദ്ധം ചെയ്യാതിരിക്കുന്നുണ്ട്, യുദ്ധം നിഷിദ്ധമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പം മനസ്സിലെ കുറ്റബോധം ഇല്ലാതാക്കുകയും ന്യായീകരണം തൻ്റെ പാപങ്ങൾക്ക്, വൻപാപങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് പിശാചിൻ്റെ ഏറ്റവും വലിയ വഴിയാണ്. അപ്പം തിന്മ ചെയ്യുക എന്നുള്ളത് അത്ര സരളമായൊരു കാര്യമല്ല. ആ തിന്മയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴിയിലൂടെ അള്ളാഹുവിനെ നന്ദി ചെയ്യുന്ന, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിലേക്ക് തടസ്സമായി കൊണ്ട് പിശാചിട്ട് തരുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ന്യായീകരണം എന്ന് പറയുന്നത്. ന്യായീകരണവും ന്യായവും നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾക്ക് ആ തിന്മയിൽ ഒരു പ്രശ്നവും ഇല്ലാതെയാവുന്നു. നമ്മൾ കൂടുതൽ തിന്മ ചെയ്യാൻ അത് പ്രേരിപ്പിക്കുന്നു. അതാണ് സിയാദത്തും ഫിൽ കുഫ്ർ, കുഫ്ർ അധികരിപ്പിക്കുകയാണ് നസീ ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ആ വിശുദ്ധ ഖുർആനിലെ ആ ഉദാഹരണങ്ങൾ നോക്കി നസീ തന്നെ എടുത്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരാണ് അള്ളാഹു. ഈ നസീ പലപ്പോഴും യുദ്ധത്തിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ പരിപാവനമാക്കപ്പെട്ട മാസങ്ങളുടെ വിഷയത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പലപ്പോഴും നമ്മളുടെ തിന്മകളെ നമ്മൾ നസീ ചെയ്യാറുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെയൊക്കെ തന്നെ ജീവിതത്തിൽ നോക്കിയാൽ, പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഒരു നിരൂപണാത്മകമായ ചിന്ത നമ്മളെ ജീവിതത്തെ പറ്റി നമ്മളെപ്പോഴും പുലർത്തണമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നസീ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഹറാമുകളായ ഉപജീവന മാർഗങ്ങളൊക്കെ പിന്തുടരുന്ന വഴിയിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ, ഹറാമാക്കപ്പെട്ട സമ്പാദ്യം സമ്പാദിക്കുമ്പോൾ
നമ്മളെ മനസ്സിൽ നമ്മൾ ഈ സമ്പാദ്യം കൊണ്ട് കുടുംബം പോറ്റുന്നുണ്ട്, ഇതുകൊണ്ട് പള്ളിക്ക് നല്ലത് നൽകുന്നുണ്ട്, ചാരിറ്റി നൽകുന്നുണ്ട്, നമ്മൾ ദാനം നൽകുന്നുണ്ട്, സക്കാത്ത് നൽകുന്നുണ്ട്, ഒരുപാട് മനുഷ്യന്മാരെ സഹായിക്കുന്നുണ്ട്, എൻ്റെ കീഴിൽ ഉദ്യോഗം ഭരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്, അവർക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന ന്യായം പലപ്പോഴും ഹറാമായ അല്ലെങ്കിൽ നിഷിദ്ധമായ സമ്പാദ്യം വീണ്ടും വീണ്ടും തുടരാനും അതിൽ കുറ്റബോധം ഇല്ലാതെയാക്കാനുമുള്ള ന്യായീകരണമായി പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. ചാരിറ്റിയുടെ ഏറ്റവും വലിയ ദാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രേരകമായിക്കൊണ്ട് കണക്ക് പ്രകാരം പറയപ്പെടുന്നതും ഈ ഗിൽറ്റാണ്, ഈ കുറ്റബോധമാണ്. ഞാൻ ഒരുപാട് വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് പകരമായി ഞാൻ ഇതുകൂടി ചെയ്താൽ പിന്നെ എനിക്ക് എൻ്റെ വേണ്ടാത്തരങ്ങളിൽ എൻ്റെ മോശത്തരങ്ങൾ ന്യായീകരിക്കപ്പെടുന്നു, സാധൂകരിക്കപ്പെടുന്നു എന്ന ചിന്ത, ഇത് യഥാർത്ഥത്തിൽ ഒരു നസിയല്ലേ? മുശ്രിക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിച്ച് വിമർശിച്ച അതേ നസി അല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിലേക്ക് കടന്നു വരുന്നത്? നമ്മുടെ കുടുംബ മേഖലയിലേക്ക് നമ്മൾ നോക്കൂ. നമ്മളുടെ ഭാര്യ, നമ്മളുടെ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ മക്കൾ, കുടുംബക്കാർ, മാതാപിതാക്കൾ, ഇവരെയൊക്കെ നമ്മൾ ദ്രോഹിക്കുന്നു. വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, പെരുമാറ്റങ്ങൾ കൊണ്ട്, ശാരീരികമായി പോലും ദ്രോഹിക്കുന്ന മനുഷ്യന്മാരുണ്ട്, ക്രൂരമായി പെരുമാറുന്ന മനുഷ്യന്മാരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ മനസ്താപമുണ്ടാവുന്നില്ല. കാരണം എന്താണ്? ഞാൻ അവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിലും അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അവർക്ക് ചെലവ് കൊടുക്കുന്നുണ്ടല്ലോ, അവരെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ട എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുടെ വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തരം നസി അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ചെയ്യുന്ന നന്മകൾ, ഞാൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ, ആ സേവനങ്ങൾ വെച്ച് നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമുക്ക് സാധൂകരിക്കാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടി തോന്നുകയാണ്. അത് പിശാചിട്ട് തരുന്ന നസിയാണ്. നമ്മളെ കുടുംബത്തിൽ നമ്മളുടെ മക്കൾ അവരോട് ക്രൂരമായി പെരുമാറാണ്. എന്നിട്ട് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾക്ക് എന്താ തോന്നുന്നത്? പിശാച് എന്ത് ദുർമന്ത്രമാണ് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് തരുന്നത്? ഞാൻ അവരെ അടിക്കുന്നുണ്ടെങ്കിലും, ന്യായമില്ലാതെ അവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിലും, ഒരുപാട് സ്നേഹം, ഒരുപാട് ലാളന ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് നല്ല രീതിയിലാണ് എന്ന ന്യായീകരണം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. വ്യക്തിപരമായ തിന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിൽ ഒതുങ്ങി നിൽക്കുന്ന തിന്മകൾ രണ്ട് തരത്തിലുണ്ടാവും. നമ്മളിൽ ഒതുങ്ങി നിൽക്കുന്ന തിന്മകളും മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങളും. ഇത് രണ്ടും ഇസ്ലാം പ്രാധാന്യത്തോടു കൂടി കാണുകയും ഗൗരവത്തോടു കൂടി കാണുകയും എതിർക്കുകയും ചെയ്ത കാര്യമാണ്. പക്ഷെ ചില ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും ചിന്ത വരാണ്, ഞാൻ ചെയ്യുന്ന തിന്മകൾ എന്നിലല്ലേ ഒതുങ്ങി നിൽക്കുന്നത്, ഞാൻ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ലല്ലോ. അപ്പം മറ്റുള്ളവരെ ദ്രോഹിക്കുന്നില്ല എന്നുള്ള ന്യായം, അത് നമുക്ക് വ്യക്തിപരമായ തിന്മ ചെയ്യാൻ വേണ്ടി ഒരു കാരണമായി, ഒരു ന്യായമായി വരികയാണ്. പലപ്പോഴും ഈ കാരണം ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പുലർത്തപ്പെടുന്നുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ലൈംഗികമായ തിന്മകൾ, രഹസ്യമായി നമ്മൾ ലൈംഗികമായ തിന്മകളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും, ഉദാഹരണത്തിന് നമ്മൾക്ക് അവിഹിതമായ ബന്ധങ്ങളില്ലല്ലോ എന്ന ന്യായം നമുക്ക് ഒരിക്കലും അശ്ലീലങ്ങൾ കാണാനോ അത് ആസ്വദിക്കാനുള്ള ന്യായമല്ല. പലപ്പോഴും നമ്മളെ മനസ്സിൽ ചിന്ത വരാണ്, ഞാൻ എൻ്റെ ഭാര്യയെയോ എൻ്റെ കുടുംബത്തെയോ ഒന്നും വഞ്ചിക്കുന്നില്ലല്ലോ, ഞാൻ അത്തരത്തിലുള്ള വ്യഭിചാരത്തിലോ മറ്റോ ഏർപ്പെടുന്നില്ലല്ലോ, ഒരു കാഴ്ചയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ലേ എന്ന ചിന്ത ലൈംഗികമായ വ്യക്തിപരമായ തിന്മകൾ ചെയ്യാനുള്ള ന്യായീകരണമായിക്കൊണ്ട്, നസി ആയിക്കൊണ്ട് നമ്മളെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അപ്പം തിന്മ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിക്കലാണ്, അതാണ് ഏറ്റവും വലിയ തിന്മ. അല്ലാതെ സ്വന്തമായി ചെയ്യുന്ന തിന്മകൾ അതിനത്ര ഗൗരവമില്ല എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് പരന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ലിബറലിസം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലിബറലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളുമാകുന്ന ആളുകൾ, ലിബറൽ ചിന്തയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചിന്ത ഇതാ, ഹാം പ്രിൻസിപ്പിളാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കലാണ് പാപം. അങ്ങനെ ദ്രോഹിക്കാത്തവരെന്തും ചെയ്തോട്ടെ. സ്വവർഗരതിയും അതുപോലെയുള്ള ലൈംഗിക അരാജകത്വങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ വളരുമ്പോൾ അതിനെ എതിർക്കുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന പദമാണ്, അവരാരെയും ദ്രോഹിക്കുന്നില്ലല്ലോ, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നുണ്ടോ, ആർക്കെങ്കിലും ഒരു ഉപദ്രവം ചെയ്യുന്നുണ്ടോ? അവരുടെ ഇഷ്ടത്തിന്, അവരുടെ വ്യക്തിപരമായ ചോയ്സാണ് ആ പറയുന്ന വസ്ത്രം, ആ പറയുന്ന ലൈംഗികത, ആ പറയുന്ന ആസ്വാദനങ്ങൾ, അവരിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. അതെന്തിന് നമ്മൾ ഇടപെടണം? ഈ ചിന്തയാണ് പലപ്പോഴും നമ്മളുടെ നാട്ടിൽ ലിബറലിസത്തിൻ്റെ ഭാഗമായി കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പിശാചിൻ്റെ നസി ആണ്. നമ്മളുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാക്കുകയാണ്, നമ്മൾ ആരും ദ്രോഹിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് വ്യക്തിപരമായി മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത തിന്മകളെ ന്യായീകരിക്കാൻ, സാധൂകരിക്കാൻ ഈ ഒരു ചിന്ത നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിശാചിൻ്റെ ഏറ്റവും വലിയ
പാപത്തിലൂടെ നമ്മൾ പിടിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഓൾ ഓർ നത്തിങ് ബയസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് പലപ്പോഴും ചിന്ത പിശാചിട്ട് തരും. ഒന്നുകിൽ എല്ലാ നന്മകളും ചെയ്യാൻ എനിക്ക് കഴിയണം, അല്ലെങ്കിൽ ഒരു നന്മയും ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയണം. ഞാൻ കുറച്ചൊക്കെ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ തിന്മകളിൽ നിന്ന് വിട്ടു നിന്നിട്ട് ഒരു കാര്യമില്ല, എല്ലാ തിന്മയും അങ്ങോട്ട് ചെയ്യുക. ഇങ്ങനെയൊരു ചിന്ത പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. ചില മേഖലകളിലൊക്കെ നമുക്ക് പലപ്പോഴും തിന്മകളും അപാകതകളൊക്കെ സംഭവിക്കും. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ, ചിലപ്പോൾ സാമ്പത്തിക രംഗത്തായിരിക്കാം, അല്ലെങ്കിൽ കുടുംബരംഗത്തായിരിക്കാം, രക്ഷിതാവ് എന്ന രീതിയിലായിരിക്കും, ഏതെങ്കിലും മേഖലയിൽ നമുക്കൊക്കെ വീഴ്ചകളുണ്ടാവും. പക്ഷെ ആ വീഴ്ചകൾ കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നാണ്, നമ്മളോട് തന്നെ വെറുപ്പ് തോന്നാണ്. ആ വെറുപ്പിലൂടെ നമ്മൾ ചിന്തിക്കുന്നു, നമുക്ക് നന്നാവാൻ കഴിയുന്നില്ല, പൂർണ്ണമായും നമുക്ക് നന്നാവാൻ കഴിയുന്നില്ല, പൂർണ്ണമായും ആ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല. പിന്നെ എന്തിന് ഞാൻ നോക്കണം, എന്തിന് ധാർമ്മികത നോക്കണം, എന്തിന് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവണം. എനിക്കെല്ലാ നന്മകളും ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ എന്തിന് ഞാൻ നന്മ ചെയ്യാൻ കഷ്ടപ്പെടണം? എങ്കിൽ ഒരു നന്മയും ഞാൻ ചെയ്യണ്ട, ഒരു തിന്മയിൽ നിന്നും വിട്ടു നിൽക്കാൻ ഞാൻ നോക്കണ്ട എന്ന ചിന്ത പിശാചിട്ട് തരുന്ന ഏറ്റവും വലിയ ആയുധമാണ്. നമ്മളുടെയൊക്കെ ഇടയിലുള്ള ഒരുപാട് മനുഷ്യന്മാർ ഇത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു MSMകാരൻ ഒരുപാട് കാലമായി സംഘടനയിൽ പ്രവർത്തിക്കുകയും എല്ലാത്തിൽ സജീവമായി പങ്കെടുക്കുകയും എല്ലാത്തിനും നേതൃത്വം വഹിക്കുകയും എല്ലാ നന്മകൾക്കും നേതൃത്വം വഹിച്ചിരുന്ന ഒരു കുട്ടി, പള്ളിയിലൊക്കെ എപ്പോഴും വന്ന് എല്ലാ കാര്യങ്ങളിൽ കുട്ടികളൊക്കെ കൂട്ടി അവരൊക്കെ നന്മകളുടെ സദസ്സിലേക്ക് കൊണ്ടുവന്ന് ദഅവത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നൊരു കുട്ടി, ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടിയെ പിന്നീട് കാണുന്നില്ല. സംഘടനാ മീറ്റിങ്ങുകളിലില്ല, പള്ളികളിൽ വരുന്നില്ല, നന്മകളുടെ സദസ്സുകളിൽ നേതൃത്വത്തിലില്ല, ഒന്നിലുമില്ല. എപ്പോഴെങ്കിലും വന്നാൽ ഒരു മൂലയിൽ അവിടെ പോയിരിക്കും. ഇപ്പം എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ, രഹസ്യമായി പേഴ്സണലായി അവനോട് സംസാരിച്ച് നോക്കുമ്പോൾ അവൻ പറയാണ്, ഞാൻ സുബഹി എന്നും നേരം വൈകിട്ടാണ് ഞാൻ നിസ്കരിക്കൽ, സുബഹി നേരം വൈകിട്ടാണ് നിസ്കരിക്കൽ, ജമാഅത്തുകൾ എനിക്ക് ഒരുപാട് നഷ്ടപ്പെടാറുണ്ട്, പിന്നെ എന്തിന് ഞാൻ MSMൽ പ്രവർത്തിക്കണം? ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം MSMൽ പ്രവർത്തിക്കാൻ, നന്മയിലേക്ക് ആളെ കൂട്ടാൻ, ദഅവത്ത് നടത്താനൊക്കെ അർഹത എനിക്കുണ്ടോ? ഈ ചിന്ത യഥാർത്ഥത്തിൽ പിശാചിട്ടിരുന്നതാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം മുഴുവനായും നന്മയുടെ സദസ്സിൽ നിന്ന്, നന്മയുടെ മേഖലയിൽ നിന്ന് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു വിത്തായിക്കൊണ്ട് ആ ചിന്ത ഇട്ടുതരാണ്. നമ്മളെ മനസ്സിൽ വേണ്ടത്, നമുക്കൊരു മേഖലയിൽ നന്നാവാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു മേഖലയിൽ നമുക്ക് ന്യൂനത ഉണ്ടെങ്കിൽ അതൊക്കെ പയ്യെ പയ്യെ നമ്മളുടെ നന്മയിലൂടെ, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന നന്മയിലൂടെ ശരിയാകുമെന്ന ശുഭാപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ തിന്മ ചെയ്യുന്നുണ്ട്, ഞാൻ രഹസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് നല്ല ആളായി നടന്നിട്ട് എന്താ കാര്യം? ഞാൻ പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? ഞാൻ 4 ജമാഅത്ത് കളയുന്നുണ്ടെങ്കിൽ 5ാമത്തെ ജമാഅത്തിൽ പങ്കെടുത്തിട്ട് എന്താ കാര്യം? ഈ ചിന്ത ഒരിക്കലും നമുക്ക് വരാൻ പാടില്ല. ആ ഒരു ജമാഅത്ത് കിട്ടിയാൽ അതിൻ്റെ കൂലി പരലോകത്ത് ചിലപ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് ആക്കുന്നതായിരിക്കും. നമ്മൾക്കൊരു നന്മ ഉണ്ടെങ്കിൽ ആ നന്മയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നമ്മളുടെ മീസാനിൽ ഖനം തൂക്കിക്കൊണ്ട് കൊണ്ടുവരിക. ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാക്കണം. ആഫ്രിക്കയിൽ ചില മുസ്ലിം രാജ്യങ്ങളിൽ കാസിനോകളുണ്ട്. ഹറാമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചൂതാട്ട കേന്ദ്രങ്ങൾ, കാസിനോകൾ, ഇതൊക്കെ വലിയ വലിയ സിറ്റികൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കാസിനോകൾ ഉണ്ടാകും. ഈ മുസ്ലിം രാഷ്ട്രങ്ങളായ, ആഫ്രിക്കയിലെ മുസ്ലിം രാഷ്ട്രങ്ങളായ കാസിനോകൾ, അവിടെയുള്ള കാസിനോകളിൽ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെയൊക്കെ ഒരു പ്രയർ റൂമും കൂടി ഉണ്ടാകും, ഒരു നിസ്കാരമുറിയും കൂടി. ചൂതാട്ടത്തിനിടയിൽ ലൊഹർ ബാങ്ക് കൊടുത്താൽ അവിടെ ചെന്നിട്ട് നിസ്കരിക്കാം. ഈ സൗകര്യം ഒരുക്കിയതിനെപ്പറ്റി ഒരുപാട് എതിരഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ടായി. ഒരുപാട് ആളുകൾ പറഞ്ഞു, എന്തൊരു ആഭാസമാണ് ഈ കാണിക്കുന്നത്, ഇത് ചെയ്യാൻ പാടുള്ളൂ, കാസിനോയിൽ ഒരു നിസ്കാരമുറി എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഒരു പക്വമതിയായ പണ്ഡിതൻ അദ്ദേഹം പറയാണ്, കാസിനോയിലുള്ള ഒരു മനുഷ്യൻ അവൻ തിന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവനെ തിന്മയിൽ നിന്ന് മാറ്റണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ ചാലകശക്തി എന്ന് പറഞ്ഞാൽ നിസ്കാരം നോമ്പൊക്കെയാണ്. അതിലൂടെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ നന്നായിക്കൊണ്ടുവരിക. അതിനൊരവസരം അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും ആ ചെയ്യുന്ന പ്രവർത്തനത്തെ ന്യായീകരിക്കലല്ല. നേരെ മറിച്ച് നമ്മൾ അവിടെ പങ്കെടുക്കുമ്പോൾ പയ്യെ പയ്യെ നമുക്ക് അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ വരും. ചിലപ്പോൾ അതൊക്കെ നിർത്താനുള്ള പ്രേരകമായി അത് വരും. ഒരു തിന്മ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ കാരണത്താൽ 2 തിന്മ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ തിന്മ ചെയ്യാൻ അത് പ്രേരിപ്പിക്കേണ്ടതുണ്ടോ? നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാഫിറായി പോകുന്ന ഒരു കാര്യമാണ്. അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കാത്തവൻ കാഫിറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ തിന്മ ചെയ്യുന്നുണ്ട്, ഞാൻ ചൂതാട്ട കേന്ദ്രത്തിൽ പോകുന്നുണ്ട്, ഞാൻ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട്, ഞാൻ വേണ്ടാത്ത കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എന്നത് ഒരിക്കലും നിസ്കാരം ഉപേക്ഷിക്കാൻ നമ്മൾക്ക് കാരണമാവരുത്. കാരണം ആ നിസ്കാരം ഉപേക്ഷിക്കുക കൂടി ചെയ്താൽ നമുക്ക് പിന്നീട് നന്മയിലേക്കുള്ള വരാനുള്ള വഴി മുഴുവൻ അടഞ്ഞു.
എന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാനായ അബൂബക്കർ ഷിബിലി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ കഥ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ യാത്രക്കിടയിൽ അദ്ദേഹം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു കൊള്ളക്കാരൻ അദ്ദേഹത്തെ കൊള്ളയടിച്ചു. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്രക്കാരെയൊക്കെ കെട്ടിയിട്ടിട്ട് ആ കൊള്ളക്കാര് അവരുടെ എല്ലാ സ്വത്തുക്കളും എടുത്ത് അവരുടെ ഭാണ്ഡത്തിലേക്ക് വെച്ചു. ഒരുപാട് യാത്ര ചെയ്തത് കൊണ്ട് തന്നെ കൊള്ളക്കാരും യാത്ര ചെയ്തിട്ടുണ്ട്, ഇവരും കൊള്ള ചെയ്യപ്പെട്ടവരും യാത്ര ചെയ്തിട്ടുണ്ട്. കൊള്ളക്കാരെല്ലാവരും ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കൊള്ളയടിച്ച സംഘത്തിൻ്റെ തലവൻ അയാൾ മാത്രം ഭക്ഷണം കഴിക്കില്ല. അയാൾ നേരെ വന്ന് ഇമാം അബൂബക്കർ ഷിബിലിയുടെ തൊട്ടടുത്തിരുന്നിട്ട് അവിടെ ഇരുന്ന് എന്തോ ചെയ്യാം. അപ്പോൾ അബൂബക്കർ ഷിബിലി ചോദിച്ചു, നിങ്ങളെന്താ ഭക്ഷണം കഴിക്കാത്തത്? അയാൾ പറഞ്ഞു, എനിക്ക് നോമ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കാം, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തത്. അപ്പോൾ അബൂബക്കർ ഷിബിലിക്ക് അത് കേട്ടിട്ട് ചിരി വന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളെല്ലാവരെയും ദ്രോഹിച്ച് എല്ലാവരെയും കൊള്ളടിച്ച് ഇങ്ങനെ ജീവിക്കുന്ന നിങ്ങൾ എന്തിനാണ് നോമ്പെടുക്കുന്നത്, സുന്നത്ത് നോമ്പെടുക്കുന്നത്? അയാൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള ബന്ധം ഓരോന്നോരോന്നായി വിച്ഛേദിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മയുണ്ടോ അതൊക്കെ ഞാൻ എൻ്റെ സ്വാർത്ഥമായ ദേഹേച്ഛയ്ക്ക് വേണ്ടി ഞാൻ വിച്ഛേദിച്ചു. അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങളിൽ കുറച്ച് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഞാൻ അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കുന്ന 1-2 കാര്യങ്ങളിൽ പെട്ടതാണ് നോമ്പ് എന്ന് പറയുന്നത്. അത് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം അള്ളാഹുമായുള്ള ബന്ധം അത് ഞാൻ നിലനിർത്തും. അല്ലാമ അബൂബക്കർ ഷിബിലി പറയാണ്, അങ്ങനെ അവരെയൊക്കെ വിട്ടയച്ചു. കൊള്ള വസ്തുക്കളൊക്കെ ആയിട്ട് ആളുകൾ പോയി. 1 കൊല്ലത്തിന് ശേഷം അദ്ദേഹം മക്കയിൽ ഉംറയ്ക്ക് വേണ്ടി പോയ സമയത്ത് അവിടെ ഇഹ്റാം കെട്ടിയിട്ട് ആ കൊള്ളക്കാരനായ മനുഷ്യൻ അവിടെ ഉണ്ട്. പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പാപമോചനം തേടി ആ ഹറമിൽ ആ മനുഷ്യൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അയാൾ ഹറാമ് ചെയ്യുന്നുണ്ട്, തെറ്റ് ചെയ്യുന്നുണ്ട് എന്നത് നിസ്കാരവും നോമ്പും പോലെയുള്ള അള്ളാഹുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം അയാൾ ഉപേക്ഷിച്ചിട്ടില്ല. ഒരു തിന്മ ചെയ്യുന്നുണ്ട് എന്നത് 10 തിന്മ ചെയ്യാനുള്ള ന്യായീകരണമല്ല. 5 തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ 6ാമത്തൊരു തിന്മ ചെയ്യാൻ അത് ന്യായീകരണമായി നമ്മൾ എടുക്കരുത്. നേരെ മറിച്ച് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നവനാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ഒരു മേഖലയിൽ നമ്മൾ ദുർബലമാണെങ്കിൽ മറ്റു മേഖലയിൽ നമുക്ക് ശക്തിയുണ്ടെങ്കിൽ അത് അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആ നന്മകൾ ധാരാളമായി ചെയ്യാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കാത്തത് പലപ്പോഴും ശിർക്കിലേക്ക് പോലും നയിക്കും. ഇപ്പം ശിർക്കന്മാരായിട്ടുള്ള അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ അവർ പറയുന്ന ന്യായീകരണങ്ങളിൽ ഒന്ന് നിങ്ങൾ നോക്കൂ. നമ്മളൊക്കെ പാപികളല്ലേ, ഒരുപാട് തിന്മകൾ നമ്മൾ ചെയ്യുന്നു. എന്നും തിന്മകൾ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിട്ട് അള്ളാഹിനോട് ചോദിക്കാൻ അർഹതയില്ല. ഒരുപാട് നന്മ ചെയ്ത മഹാന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ട് അവരിലൂടെ ശുപാർശ ചെയ്യാനേ നമുക്ക് കഴിവുള്ളൂ എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ മാലമൗലിദുകളിലൊക്കെ എൻ്റെ മുരീദുകൾ നല്ലവർ അല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്നു ചൊന്നോവർ എന്ന മുഹീദ്ദീൻ മാലയിൽ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, എൻ്റെ മുരീദായാൽ മതി, എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ അള്ളാഹിനോട് പറഞ്ഞുകൊണ്ട്. ഈ ഒരു ശിർക്കൻ വിശ്വാസത്തിൻ്റെ അടിത്തറ നമ്മളൊന്ന് പരിശോധിച്ച് നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തിന്മ ചെയ്യുന്നത് കൊണ്ട് അടുക്കാൻ കഴിയാത്ത ഒരു ട്രാൻസ്ഫോർമർ ആണെന്നാണ് അവരുടെ വിശ്വാസം. ഒരു ട്രാൻസ്ഫോർമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കാൻ കഴിയില്ല, അതിന് വേറെ മാധ്യമങ്ങൾ വേണം. ഒരു പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി കാണാൻ കഴിയില്ല. കാരണം പ്രധാനമന്ത്രി ചിലപ്പോൾ ക്ഷുഭിച്ചേക്കാം, അയാൾ ചിലപ്പോൾ ചീത്ത പറഞ്ഞേക്കാം, അയാൾ ചിലപ്പോൾ പായിച്ചേക്കാം. അതുകൊണ്ട് നമുക്കൊരു MLA വേണം, ഒരു സഹമന്ത്രി വേണം, ഒരു PA വേണം. ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുള്ളൂ എന്ന വിശ്വാസം യഥാർത്ഥത്തിൽ വരുന്നത് എവിടെ നിന്നാണ്? നമ്മൾ തിന്മ ചെയ്താൽ അതോടുകൂടി നമ്മൾക്ക് അപ്രാപ്യമായൊരു ശക്തിയാണ് അള്ളാഹു എന്നുള്ള വിശ്വാസം. ഇത് ശിർക്കിലേക്കും മറ്റും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ എല്ലാ അടിമകളോട് കൂടി പറയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, താങ്കളോട് എൻ്റെ അടിമകൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ പറയുക, ഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തവരാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകും. ഞാൻ അത്രയും അടുത്തവനാണ്. നിങ്ങളുടെ എല്ലാ ന്യൂനതകളും അതിനുള്ള കാരണങ്ങളും അതിനുള്ള നിങ്ങളുടെ മനസ്സിലെ വേദനകളും എല്ലാം അറിയുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഒരു തിന്മ, ആ തിന്മ ചെയ്തു എന്നത് എന്നിൽ നിന്ന് അകലാനുള്ള കാരണമല്ല, എന്നിലേക്ക് ഓടി അടുക്കാൻ, അള്ളാഹുലേക്ക് കൂടുതൽ സമീപിക്കാൻ, അള്ളാഹുലേക്ക് കൂടുതൽ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള അവസരമാണ്. എൻ്റെ അടിമ നടന്നു വന്നാൽ ഞാൻ അവരിലേക്ക് ഓടി വരും. എൻ്റെ അടിമ എന്നിലേക്കൊന്ന് തിരിഞ്ഞാൽ ഞാൻ അവരിലേക്ക് അതിനേലും അധികം
അധികരിച്ചുകൊണ്ട് മുന്നോട്ട് വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിക്കൊണ്ട് ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ തിന്മകൾ ഒരിക്കലും അതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാനുള്ള കാരണമാവരുത്. നന്മകൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന ചിന്ത പിശാച് നമുക്ക് ഇട്ടുതരും. നമുക്ക് ചില തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, ഞാൻ പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയുള്ള ചിന്ത പിശാച് ഇട്ടുതരും. പിശാചിൻ്റെ ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്നാണത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വഞ്ചനകളിൽ നിന്ന് രക്ഷപ്പെടുന്ന വിശ്വാസികളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പിശാച് നമ്മളെ തിന്മകളിലൂടെ പിടിക്കുന്ന ഏറ്റവും വലിയ മാർഗങ്ങളിൽ ഒന്നാണ് നമ്മളുടെ മനസ്സിൽ ഇല്ലായ്മ തോന്നിപ്പിക്കുക, ദാരിദ്ര്യബോധമുണ്ടാക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ വ്യക്തമായി അത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കാണാൻ സാധിക്കും. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, പിശാച് നമുക്ക് വാഗ്ദാനം നൽകുക ഫഖറാണ്, ദാരിദ്ര്യമാണ്. നമുക്കൊന്നുമില്ല, നമ്മൾ ഇനിയും ഒന്നുമില്ലാത്തവരാണ്, ഇല്ലായ്മയാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് ഓരോ മേഖലയിലും പിശാച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യും? വയഅമുറുക്കും ബിൽ ഫഹ്ശ, നിങ്ങളെക്കൊണ്ട് തിന്മ ചെയ്യാൻ, പ്രത്യേകിച്ചും മ്ലേച്ഛമായ തിന്മകൾ ചെയ്യിപ്പിക്കാൻ ആ ദാരിദ്ര്യബോധത്തെ പിശാച് മുതലെടുക്കും. അപ്പോൾ നമ്മൾ ഉള്ളിലില്ലായ്മ, സാമ്പത്തിക മേഖലയിലാണെങ്കിൽ അതിലൊരു ദാരിദ്ര്യബോധം, നമുക്കൊക്കെ തിന്നാനുണ്ട്, ഉടുക്കാനുണ്ട്, നമുക്ക് കിടക്കാനുണ്ട്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതൊന്നും പോരാ എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലിട്ടരും. സമ്പാദ്യം എത്ര കിട്ടിയാലും പോരാ എന്നുള്ളത്. എന്നിട്ട് അതിനു വേണ്ടി ജീവിതം മുഴുവൻ ജോലി എടുക്കുക, ഒരുപാട് പ്രവാസ ജീവിതം നയിക്കുക. 20, 30, 50 വർഷം കഴിഞ്ഞിട്ടും ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് ജോലി ചെയ്തിട്ട് ഒരു പാർട്ട് ടൈം ജോലിയാക്കുക, അല്ലെങ്കിൽ കുറച്ച് ജോലി സമയം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കുടുംബവുമായി, നമ്മളുടെ മക്കളുമായി, നമ്മളുടെ പള്ളിയുമായി, നമ്മളുടെ സംഘടനാ പ്രവർത്തകരുമായി, സഹോദരങ്ങളായി, സമൂഹവുമായി ഒന്ന് ഒത്തിണങ്ങിക്കൊണ്ട് കുറച്ചു കാലമെങ്കിലും ജീവിക്കുക എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ നിന്നുണ്ടാക്കുക. പറ്റുന്ന സമയം മുഴുവൻ കാശുണ്ടാക്കുക എന്ന ചിന്ത. നിങ്ങൾ നോക്ക്, ബ്രോണി വെയ്റിൻ എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ അവരുടെ മരണത്തിൻ്റെ സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ ഖേദമുണ്ടാക്കുന്ന കാരണങ്ങളെപ്പറ്റി എഴുതിയ ഒരു സ്ത്രീയുണ്ട്. അവരുടെ പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ, മരണ വാർത്ത കിട്ടിയ ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരു നേഴ്സായിരുന്നു അവർ. അപ്പം മരിക്കാനായി എന്നുള്ള ഉറപ്പായും മരിക്കുമെന്ന് തോന്നുന്ന പേഷ്യൻറ്റുകളെ അവർ ഒരുപാട് ചികിത്സിച്ചിട്ടുണ്ട്. അവരൊക്കെ മരണശയ്യയിൽ കിടന്നിട്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഖേദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞത് അവർ എഴുതിയിട്ട് ഒരു പുസ്തകമാക്കി. ദ ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ഡൈയിങ്, മരിക്കുന്ന മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ഖേദങ്ങൾ എന്ന് പറയുന്ന 5 ഖേദങ്ങൾ അവർ ഈ മനുഷ്യന്മാരിൽ എല്ലാവരും കണ്ടു. എല്ലാവരും ആവർത്തിച്ച് പറയുന്ന 5 ഖേദങ്ങൾ. അതിൽ 2ാം സ്ഥാനമുള്ളത്, ഞാൻ ജോലിയിൽ ഒരുപാട് സമ്പാദ്യമുണ്ടാക്കുന്നതിൽ, കാശുണ്ടാക്കുന്നതിൽ ഒരുപാട് സമയം ചെലവഴിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നീ മരിക്കുന്നവരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ റിഗ്രറ്റുകളിൽ, ഏറ്റവും വലിയ ഖേദങ്ങളിൽ ഒന്നാണ്. നമ്മളെ മക്കളുമായിട്ട്, ഭാര്യയുമായിട്ട് വൈകാരികമായ ബന്ധമുണ്ടാക്കേണ്ട പ്രായം, സമയം, അതൊക്കെ നമ്മൾ ജോലിക്ക് വേണ്ടി, കൂലിക്ക് വേണ്ടി നശിപ്പിച്ചു കളഞ്ഞു. നമുക്ക് പള്ളിയുമായി അടുക്കാൻ, അള്ളാഹുമായി അടുക്കാൻ, സംഘടനയുമായി അടുക്കാൻ, സമൂഹവുമായി അടുക്കാനൊക്കെ സമയമുണ്ടായിരുന്ന, അതിനു വേണ്ടിയിട്ട് അള്ളാഹു ഒരുക്കി തന്ന യുവത്വം നമ്മൾ ജോലിക്ക് വേണ്ടി മാത്രം നശിപ്പിച്ചു കളയും. എന്നിട്ട് അവസാനം നമ്മൾ മരണശയ്യയിൽ ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു എന്ന് ഖേദിക്കുന്ന ഒരു സമയം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ കാണാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യഇദുകുമുൽ ഫഖർ, ഇല്ല എന്നതേ ഈ പിശാച് നിങ്ങളോട് പറയുള്ളൂ. അതുകൊണ്ട് മനസ്സിൽ ഇല്ലായ്മ ഉണ്ടാക്കുന്ന ആ ചിന്ത കൂടുതലുണ്ട് എങ്കിൽ, അധികരിച്ച് വരുന്നുണ്ടെങ്കിൽ അത് പിശാചിൽ നിന്നാണ്. നമുക്ക് സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സമയമില്ല എന്നുള്ള ചിന്ത, സന്തോഷമില്ല. ഇന്നിപ്പോൾ അധികരിച്ച് വരുന്ന 2 കാര്യങ്ങളാണിത്. സമയമില്ല, ഒന്നിനും സമയമില്ല. എന്നിട്ടോ 2, 3, 4 മണിക്കൂർ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം മൊബൈലിൽ കഴിച്ചു കൂട്ടും. മൊബൈലിൽ ഒരു ആവശ്യമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളും സമൂഹത്തിൽ നടക്കുന്ന സെലിബ്രിറ്റികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലും വഴക്കും ഇതൊക്കെ കാണാൻ നമുക്ക് മണിക്കൂറുകൾ നമ്മൾക്ക് മാറ്റിവെക്കാനുണ്ടാവും. പക്ഷേ
നമുക്ക് ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കാൻ പറ്റൂല, ജുമാക്ക് നേരത്തിന് വരാൻ പറ്റൂല, ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ പറ്റൂല. ഇതിനൊന്നും സമയമില്ല എന്നുള്ള ബോധം, ഇതിന് ഞാൻ പങ്കെടുത്ത ജുമാക്ക് കയറിക്കഴിഞ്ഞാൽ നേരം വൈകും എന്നുള്ള ചിന്തയിടാണ്. അതേസമയം നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് മാറി നിൽക്കാൻ ഒരുപാട് സമയം ഉണ്ടാവും. ഭൗതികമായ കാര്യങ്ങൾക്ക്, പിശാചിന് ഇഷ്ടമുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് സമയം ചെലവഴിക്കാൻ പിന്നെ പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതേസമയം നല്ല കാര്യങ്ങൾക്ക്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾക്ക് സമയമില്ല എന്നുള്ള ചിന്ത ഉണ്ടാക്കുക. സന്തോഷ ദാരിദ്ര്യം, എത്ര നല്ല സന്തോഷവും സുഖവും സൗകര്യം ഉണ്ടെങ്കിലും ഇതൊന്നും പോരാ എന്നുള്ള ചിന്ത പിശാച് ഇട്ട് തന്നുകൊണ്ടിരിക്കും. നല്ല കുടുംബമായിരുന്നു, ഒരു കുഴപ്പമില്ല, പക്ഷേ ഭാര്യയുണ്ട്, മക്കളുണ്ട്, പിന്നെ ജോലിയുണ്ട്, സമ്പാദ്യമുണ്ട്, എല്ലാ സമൂഹത്തിലെ എല്ലാ സ്ഥാനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അയാളെ എന്തോ ഒരു കേസിൽ പിടിക്കുകയാണ്. എന്ത് കേസോ ആയിക്കോട്ടെ. എന്തേ കാരണം? ഒരു അഡ്വഞ്ചർ ത്വര ജീവിതത്തിൽ വരികയാണ്. രസമില്ല ജീവിതം, ഇങ്ങനെ സാധാരണ രീതിയിൽ പോകുമ്പോൾ ഒരു രസമില്ല, ഒരു സന്തോഷമില്ല. അതുകൊണ്ട് വേണ്ടാത്തരങ്ങളിൽ പോയി ചാടാണ്. ഒരു കുഴപ്പമില്ലാത്ത കുടുംബത്തിൽ മാതാപിതാക്കളൊക്കെ നന്നായി നോക്കുന്ന മക്കൾ, ചില മക്കളൊക്കെ MDMA കച്ചവടം ചെയ്തിട്ട്, കഞ്ചാവ് കച്ചവടം ചെയ്തിട്ടൊക്കെ പിടിക്കുകയാണ്. മാതാപിതാക്കളും അവിടെയുള്ള നാട്ടുകാരൊക്കെ ഞെട്ടിപ്പോകാണ്. എന്തേ മക്കൾ ഇങ്ങനെ ആവാൻ കാരണം ജീവിതത്തിലെ സന്തോഷങ്ങളും സമാധാനങ്ങളും പോരാ, അത് ഇല്ല എന്നുള്ള ചിന്ത. സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ രസമൊക്കെ വരണം, ഇനിയും വേണം എന്നുള്ള ദാരിദ്ര്യബോധം ഇട്ടു തരുന്നത് പിശാചാണ്. ആ പിശാച് നമ്മളെ അതിലൂടെ നന്മയിലേക്കല്ല കൊണ്ടുപോകുന്നത്, നരകത്തിലേക്കാണ്. വലൻ തജിദ അക്സറുഹും ഷാക്കിരീൻ, അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായിക്കൊണ്ട് നീ കണ്ടെത്തില്ല എന്ന വാഗ്ദാനത്തിലേക്കാണ് പിശാച് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയ പിശാചിൻ്റെ ഈ വഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാരെ, നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ മറ്റ് അനേകം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന പള്ളി പരിപാലന ഫണ്ടിലേക്കുള്ള കളക്ഷൻ ഇന്ന് നടക്കുന്നതാണ്. എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യം പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണത്തിലും പരിപാലനത്തിലുമൊക്കെ ഭാഗഭാക്കായ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. ربنا لا تؤاخذنا إن نسينا واخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.